ഹായ് ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടിട്ടിപ്പോൾ ഹീറോയി പെടുന്നിട്ട് കാര്യം പറഞ്ഞു. ഹീറോയുടെ ഫ്രണ്ട് പറഞ്ഞു ഹീറോയ്ക്ക് മാരേജ് ആയിരുന്നു, ടീച്ചറല്ല ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയിന് സമാധാനമാക്കായിരുന്നു. അത് കേട്ട് ഹീറോയിൻ്റെ അമ്മയൊക്കെ അച്ഛനൊക്കെ ഒന്നും അറിയില്ലായിരുന്നു. ഹീറോയിൻ്റെ അമ്മ അച്ഛൻ പറഞ്ഞ കോമിനോട് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു കോമിലാണ് ഹീറോയിൻ്റെ അങ്കിളാണ് വിളിച്ചത്. അങ്കിൾക്ക് കാര്യം അറിയും. അങ്കിൾക്ക് പറഞ്ഞ ആ ഗേൾക്കും ഒത്തു പോകുന്നില്ല, ആ ഗേളുടെ ഡാഡിക്കും അങ്കിൾക്കും ഒത്തു പോകുന്നില്ല. അങ്ങനെ ഒരു വില്ലന്മാർ. അങ്കിൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അങ്കിൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു, എന്ത് ചെയ്യുന്ന അറിയില്ലായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു ആ ഗേൾ ചെയ്തത് കാര്യം. അങ്ങനെയിട്ട് ഓക്കെ ഹീറോയ്ക്ക് വരുന്നിട്ടായി. ഹീറോയ്ക്ക് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചായിരുന്നു. 4 ബേബീസ് ജനിച്ച് ഹീറോ ഭയങ്കര ഹാപ്പി ആയിട്ട് ബേബീസ് കൂടെ ടൈം ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഇപ്പോൾ ബേബീസ് എല്ലാം വളർന്ന് വലുതായി. ബേബീസ് എല്ലാം സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇപ്പം 6 വയസ്സായി ബേബീസൊക്കെല്ലാം. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ അങ്കിൾ പറയുന്നു, എൻ്റെ സ്കൂളിൽ ഇട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. അങ്കിൾ പറയുന്നു ഹീറോ അങ്കിളൊക്കെ മുറിക്കായിരുന്നു. എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട് മോളെ, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം 3ാം ക്ലാസ്സിൽ നിന്ന് ജോയിൻ ചെയ്ത് തരണം, എന്തൊരു പൊടിച്ചിട്ട് കാര്യം, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഹീറോയിച്ച് ശരി ഓക്കെ എന്ന് പറയുന്നു. ഇപ്പോൾ ഡേയ്സ് 3 പേര് വന്ന് നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബേബീസിനെ കാണുമ്പോൾ ഷോക്കായിരുന്നു. അവർക്ക് കുറച്ച് ഡൗട്ട് വരുന്നു. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ബേബീസ് എന്ന് അറിഞ്ഞായിരുന്നു. ഫോളോ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഷോക്കായിരുന്നു. ശരി ഇവിടെ വിട്ട ശരിയല്ല പറഞ്ഞ് എല്ലാം റെഡിയാക്കി വരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയിൻ നടന്നുകൊണ്ട് പോകുമ്പോൾ ഹീറോയ്ക്ക് ഫ്രൈ അടുപ്പിച്ച് മയക്കി അങ്ങനെ കൊണ്ടുവന്ന ഹീറോയിനെ ഒരു ഗേൾസ് വെച്ചിട്ട് മേക്കപ്പ് ഡ്രസ്സ് റെഡിയാക്കായിരുന്നു. ഹീറോയ്ക്ക് കണ്ടു നോക്കുമ്പോൾ ഇത് വീച്ചേട് ഇത് എവിടെയായിരുന്നു ഫസൽ ലെൻസ് നോക്കുമ്പോൾ ഉണ്ടാക്കിയായിരുന്നു. ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഹീറോയുടെ പേര് പറഞ്ഞിട്ട് ഹീറോ ഇങ്ങോട്ട് പോയിരുന്നു. നോക്കുമ്പോൾ അവിടെ 3 പേരുടെ മുതുകാടായിരുന്നു. തിരിഞ്ഞ ഷോക്കായി ജെർക്കിട്ടായിരുന്നു. ഹീറോയുടെ നോക്കിയിട്ട് പറയുന്നു, കെറ്റി വിളി മാരി മീ എന്നടുത്ത് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ജെർക്ക് വിടായിരുന്നു. മാരേജ് അതൊന്ന് സെറ്റിലാണ്, നിങ്ങൾ 3 പേരെ എങ്ങനെ ഞാൻ മാരേജ് കഴിക്കാൻ പറ്റുമോ എന്ന് പറയായിരുന്നു. അങ്ങോട്ട് നോക്കുമായിരുന്നു. അങ്ങോട്ട് നോക്കുക ബേബീസാണ്, ബോഡി ഗാർഡ് പിടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ബേബീസ് അല്ല എനിക്ക് റിപ്പോർട്ട് കാർഡ് മോശമാക്കായിരുന്നു എന്നാൽ ചിരിക്കായിരുന്നു ഹീറോയിൻ. അങ്ങനെയായിട്ട് ഹീറോയിന് പ്രൊപ്പോസ് ചെയ്ത് കിസ് അടിച്ചായിരുന്നു. അങ്ങനെയായിട്ട് 3 പേര് അങ്ങനെയായിട്ട് ഹീറോയിനെ കൊറിയൊക്കെ വിളിച്ചോണ്ട് അവർ 3 പേര് മമ്മി പറയുന്നത് എന്താടാ അതൊന്നും സെറ്റാവില്ലടാ എന്ന് പറയുന്നത്. 3 പേര് മമ്മി പറയുന്നത് കേട്ടിട്ട് അതൊന്നും സെറ്റാവില്ല എന്ന് പറയുന്നത്. ഇല്ല മാരേജ് കഴിച്ചതെന്ന് ഞങ്ങൾ സ്വന്തം ഒരു വീട് എടുത്തിട്ട് അവിടെ താമസിക്കുന്ന പറയുന്നത്. വേറെ വഴിയില്ല, അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ മമ്മി ഹീറോയി പറഞ്ഞു ഞാൻ വരാൻ പറ്റില്ല, എൻ്റെ മമ്മീൻ്റേത് എന്താ സംഭവിച്ചത് എനിക്ക് അറിയണമെന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു ഹീറോയ്ക്ക് അവർ സപ്പോർട്ട് ചെയ്തായിരുന്നു. അവർ വീണ്ടും ഇന്ത്യക്ക് വന്നായിരുന്നു. ഹീറോയി ഫുള്ള് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഷോക്കാണ്. അതുമാത്രമല്ല ഹീറോയ്ക്ക് ഷോക്കാണ്. അങ്കിൾ കൈനാട്ടി ഷോക്കായിരുന്നു. ഇവനെൻ്റെ അതെ ഇല്ലാത്ത കാരണം ഇവരാണ് ഒരു ഡോക്യുമെൻ്റാണ്. അതായത് ഹീറോയിൻ്റെ ഡാഡി പറഞ്ഞ ഒരു പോലീസാണ്, DSP. അതെ നല്ല പോലീസാണ്. മമ്മി പറഞ്ഞ ഒരു ലോയറാണ്, ക്രിമിനൽ ലോയർ. ഇതാ ഒരു കോപ്പി ഉണ്ടായിരുന്നു. അത് തേടിക്കൊണ്ട് വന്നത് ഹീറോയിൻ്റെ മമ്മി ഡാഡിയും പറഞ്ഞിട്ടായിരുന്നു. ഒരു മന്ത്രി, ആ മന്ത്രിക്കും പിന്നെ ഒരു അങ്കിളാണ് ഹീറോയിൻ്റെ മമ്മി അറിയുന്ന ഒരു ആൻറ്റി അങ്കിളാണ് ഹീറോയിൻ്റെ മമ്മീനോട് ഹെൽപ്പ് കേൾക്കുക. നല്ല പാവമായിട്ട് ജോലി ചെയ്യുക. അതുമാത്രമല്ല ആൻറ്റി അത് അങ്കിൾക്ക് പറഞ്ഞ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ആ ഗേൾ ഫ്രണ്ട് ഹീറോയിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നത്. ഈ കാര്യമെല്ലാം ന്യൂസ് പറയുന്നതാണ്. പിന്നെ അവരെല്ലാം പിടിച്ചിട്ട് ജയിലിലിട്ടായിരുന്നു. അത് സോളായി. ഹീറോയിൻ കുറച്ച് ദിവസം കഴിഞ്ഞായിട്ട് ഹീറോയിൻ്റെ മമ്മി കണ്ണ് തുറന്നാണ്. ഹീറോയി പോയിട്ട് ഹക്ക് ചെയ്തു. മമ്മി ഡാഡി പറയുന്ന മോളെ എന്ന് പറയണം, അമ്മയെന്ന് പറയണം, ഹക്ക് ചെയ്തായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ്റെ അനിയൻ വന്ന് ഹക്ക് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മമ്മി എനിക്ക് മാരേജ് ആയി എന്നിട്ട് ഹീറോയി പറയായിരുന്നു. അതെ അങ്ങനെയായിട്ട് ഹീറോയിൻ ചേച്ചി പറയായിരുന്നു. പിന്നെ മമ്മി പറയണം മോളെ അത് ഇല്ല അമ്മ, ഇന്ത്യൻ സെൻസായിട്ട് കൊറിയൻ സെൻസാണ് മാരേജ് ആയത് എന്ന് പറയണം. അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. അമ്മേൻ്റെ ഇതിൽ ഞങ്ങൾ മാരേജ് കഴിക്കും എന്ന് പറയണം. അങ്ങനെ എല്ലാവർക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് ഹീറോയ്ക്ക് മാരേജ്, ഇന്ത്യൻ സെൻസ് മാരേജ്. അമ്മയ്ക്കും സന്തോഷമായിരുന്നു. അപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ അനിയനാണ് അമ്മേനെ അച്ഛനും കെയർ ചെയ്യാനായിരുന്നു. അമ്മയും അച്ഛൻ നിങ്ങൾ വന്ന് ചുമ്മാ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ നല്ല ജോലിയായിട്ട് ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. അതെ അമ്മയച്ഛൻ പറയുന്നത് നിനക്ക് എന്താടാ പഠിക്കാനുള്ളത് അത് പഠിച്ചോ എന്ന് അമ്മയച്ഛനോട് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അനിയൻ ഭയങ്കര പറഞ്ഞു ബിസിനസ്സാണ് ഹീറോയിൻ്റെ അനിയൻ പഠിക്കുന്നത്. അതുമാത്രമല്ല നല്ല ഹാക്കിങ് നന്നായിട്ട് അറിയും ഹീറോയിൻ്റെ അനിയനക്ക്.
ശരി ഓക്കെ എന്നെ ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് ഡാൻസ് ചെയ്താണ്. ഇപ്പോൾ ഡേയ്സ് നന്നായിട്ട് പോകുന്നത്. ഹീറോയിൻ്റെ ബേബീസ് കുറച്ച് വളർന്ന് വലുതായി. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഒരു മാതിരിയാകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയെ നോക്കുമ്പോൾ ആ എന്താടാ നീ പറയണത്? ഇല്ല ചേച്ചി അതൊന്നും എന്ന് പറയുന്നത്. ഹീറോ അടി കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോ ഒരു മട്ടം ഓർമ്മിച്ചാൻ തുടങ്ങിയായിരുന്നു. ഹീറോ മൊത്തം മയങ്ങി വീണായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കുക ഹീറോ പെടന്നിട്ടായിരുന്നു. ട്രിപ്പിൾസ് എന്ന് പറയുക ഹീറോ ജർക്ക് വീണായിരുന്നു. എന്താ ട്രിപ്പിൾസ് എന്ന് പറഞ്ഞ ഹീറോയും മയങ്ങി വീണായിരുന്നു. ഇത് ഡോക്ടർ ശരിക്കും അവരെല്ലാം ശരിക്കായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ട്രിപ്പിൾസ് ജനിച്ചായിരുന്നു. അത് 3 ബോയ് ബേബി. ഹീറോ നോക്കിയിട്ട് മുറക്കായിരുന്നു. അതൊന്നുമില്ല എന്താ ബേബീസ് നോക്കുമെന്ന് പറയുന്നു. ഹീറോയുടെ ഫാമിലീസ് എല്ലാം ചിരിക്കായിരുന്നു. ഇപ്പോൾ ബേബീസ് പറഞ്ഞ 1 വയസ്സായി. എല്ലാം 3 പേർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. എൻ്റെ ഫാമിലി എന്നു പറഞ്ഞു. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞായിരുന്നു 3 പേര് പോയിരുന്നു. അങ്ങനെയായിട്ട് പോയിട്ട് അവർ ഫാമിലി ഇത് ചെയ്തതാണ്. അവർക്ക് 3 പേർക്ക് വയ്യ. എന്താണെന്ന് പറഞ്ഞാൽ ഇനി ബേബീസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ്. ഹീറോയ്ക്ക് കുറച്ച് സാഡായിരുന്നു. ശരി ഓക്കെ ഇവർക്ക് ബേബി മതിയാന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു. ഹീറോയെ കൂടെ റൊമാൻസ് ചെയ്യുമായിരുന്നു. ഹീറോയിൻ നന്നായിട്ട് ക്യാരിങ് ആയിട്ട് നന്നായിട്ട് നോക്കായിരുന്നു. അങ്ങനെ ബേബീസുകൾ ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. നിറയെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയുടെ ബേബീസെല്ലാം നന്നായിട്ട് വളർന്നു തുടങ്ങിയായിരുന്നു. ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് സംസാരിക്കാറുണ്ട്. ബേബീസെല്ലാം പറയാം മമ്മി അങ്ങോട്ട് നോക്കെന്ന് പറയാം. ഹീറോ നോക്കായിരുന്നു. എല്ലാ കുട്ടികളും ഇതെല്ലാം മണ്ടത്തരം കേട്ടായിരുന്നു. ഹീറോ പറയായിരുന്നു എന്താ ചെയ്യുന്നത്? ഇല്ല മമ്മിയോട് നോക്കുക എന്ന് പറയുന്നത് എല്ലാവരും ഇതായി ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹീറോ ഫാമിലി ഫോട്ടോസ് എടുക്കായിരുന്നു. അതുമാത്രമല്ല ഹീറോയുടെ ഫാമിലീസ് നല്ല ഫാമിലിയാണ്. അതുമാത്രം ഒരു പാലസ് ഒരു ഹൗസ് കെട്ടിയായിരുന്നു. ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ അറിയാമല്ലോ. ഫ്രണ്ട്സ് ജോലിയായിട്ട് ഹീറോ അത് പറഞ്ഞ് കൊറിയക്ക് പോയോണ്ട് വന്നുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല അവർ മമ്മി പറഞ്ഞ വ്യത്യാസം 3 പേരെ മമ്മി അക്സെപ്റ്റ് ചെയ്യുന്ന ഡാഡി മമ്മി അവർ പേരക്കുട്ടീനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ വന്ന് നോക്കിയോണ്ട് പോകും. പിന്നെ കൊറിയക്ക് വന്നുകൊണ്ട് ഹിന്ദിയൊക്കെ വന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറച്ച് നാൾ ഇവിടെ നിന്ന് പോകും. ഹീറോയിൻ്റെ മമ്മിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുകൊണ്ട് ജോലിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്. അങ്ങനെ കൊണ്ട് ഈ സ്റ്റോറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ സി യു. അടുത്ത സ്റ്റോറിയിൽ മീറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.